എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഓക്സ് കിങ്ങിന്റെ ആ ഒരു കാസ്റ്റിലായിരിക്കും കാണിക്കുക. അതാണെങ്കിൽ കത്തി എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ഓരോ ഭാഗത്തൂടെ ഓടി അദ്ദേഹത്തിന്റെ ജീവനും അതുപോലെ തന്നെ ആ ഒരു വെഡ്ഡിംഗ് ഡ്രസ്സും അത് രണ്ടും പ്രൊട്ടക്ട് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാമേ ഹൗസിലേക്ക് പോയി ആമ പറഞ്ഞതനുസരിച്ച് ആ ഒരു സ്പെഷ്യൽ ബേർഡിന്റെ ഫെദർ അത് കളക്ട് ചെയ്യാൻ വലിയൊരു മൗണ്ടൈൻ്റെ അടുത്തേക്ക് വരും. എൽഡർ ലേഡി കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കും അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു വരിക. അവിടെ വെച്ച് അവരാണെങ്കിൽ ആ കഴുകന്റെ ഒരു ജയന്റ് മുട്ട അത് കാണുകയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാപ്പൻ സയൻറ്റിസ്റ്റ് ആളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ആ പിലാഫ് പീസിനും ടീമും അവരും ആ മുട്ട തട്ടിയെടുക്കാൻ അവിടേക്ക് എത്തും. ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് ഓടിക്കും. അതേസമയം വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ ആ ഒരു വലിയ കഴുകൻ അത് പുറത്തേക്ക് വന്ന് അതിൻ്റെ കുഞ്ഞിനെ ഹാച്ച് ചെയ്ത് പുറത്തെടുത്ത് അങ്ങനെ പുറത്തേക്ക് പറന്നു പോകും. അവരാണെങ്കിൽ അതിൻ്റെ ഫെദേഴ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അത് തീയിൽ മാത്രമാണ്, അത് ഫയറിൽ മാത്രമാണ് സർവൈവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഫെദേഴ്സ് ഇൻവിസിബിൾ ആവും. നമ്മുടെ ആൾക്കാരുടെ ആവശ്യം ആ ഒരു ജയന്റ് ഫാനാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു അപ്പാപ്പനാണെങ്കിൽ അത് എവിടെയാണോ ഉള്ളതെന്ന് കൊക്കൂനും ചേച്ചിക്കും പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവർ രണ്ടുപേരും ഇപ്പോൾ മഞ്ഞുമലകൾക്കടുത്തേക്ക് കടന്നു വരികയാണ്. അവരാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവിടെയാണെങ്കിൽ ക്ലൈമറ്റ് വളരെ മോശം. മഞ്ഞാണെങ്കിൽ നല്ല ഫോഴ്സിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചീച്ചിയാണെങ്കിൽ ആ തണുപ്പ് സഹിക്കാൻ വയ്യാതെ തണുത്ത് വിറയ്ക്കും. ഗോക്കു ആണെങ്കിൽ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ കൺട്രോൾ പോയി. ഇപ്പോൾ ഗോക്കുവും ചീച്ചിയും അവർ രണ്ടുപേരും താഴേക്ക് വീഴും. ഗോക്കു ആണെങ്കിൽ അപ്പോഴും ചീച്ചിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അങ്ങനെ താങ്ങിയെടുത്ത് അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ അവരുടെ തൊട്ട് മുൻപിൽ ഒരു വയസ്സായ അമ്മൂമ്മയെ കാണുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനത്തെക്കുറിച്ച് ആ അമ്മൂമ്മയോട് സംസാരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അമ്മൂമ്മയാണെങ്കിൽ അവരുടെ വീട്ടിൽ എല്ലാം തന്നെ വാമാക്കി സെറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് പുതയ്ക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഓരോരോ സാധനങ്ങൾ കൊടുക്കും. അമ്മാമ്മയാണെങ്കിൽ ഇപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് സത്യത്തിൽ ആ ഒരു ജയന്റ് ഫാനാണോ ആവശ്യം? അതിനവർ പറയും അതെ, അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കാസ്റ്റിൽ പിടിച്ച തീ അത് അണയ്ക്കാനായിട്ട് കഴിയൂ. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു മൗണ്ടെയിൻ കാണിച്ചു കൊടുക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഫാൻ അത് അവിടെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടേക്ക് പോകുന്നത് വളരെ ഡേഞ്ചറാണ്. ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്ക് അത്ര വേഗം അവിടേക്ക് കടന്നു എല്ലാം കഴിയില്ല. ഉടനെ ഗോക്കു ആണെങ്കിൽ ചാടി എഴുന്നേക്കും. കുഴപ്പമില്ല, ഞാൻ തിരികെ വരുന്നത് വരെ ചീച്ചി അവൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ എത്രയും വേഗം അതുമായിട്ട് തിരികെ വരുന്നു പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ പുറത്തേക്ക് ഓടും. ഉടനെ ചീച്ചി ആണെങ്കിൽ ആ ഗ്രാൻഡ്മയുടെ പെർമിഷനോട് കൂടെ ഒരു ഹുഡി അത് വാങ്ങി ഗോക്കുവിന് ഇട്ട് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ബൈബിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവിടുന്ന് കടന്നു പോകും. ഗ്രാൻഡ്മയാണെങ്കിൽ ചീച്ചിയോട് അത് നിന്റെ ഹസ്ബൻഡാണോ ചോദിക്കും. അതിനവൾ പറയും അതെ, അദ്ദേഹം ശരിക്കും അടിപൊളിയാണ്, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. അതിന് ആ ഗ്രാൻഡ്മയാണെങ്കിൽ അവളെ നോക്കി കളിയാക്കി ചിരിക്കും. ആ ചെക്കൻ അടിപൊളിയാണ്, പവർഫുൾ ആണ്, പക്ഷെ നീ ഒരു നല്ല വൈഫാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പോൾ അകത്തേക്ക് വിളിക്കും. ചീച്ചിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ആ പിലാഫിന്റെ പേടകം കാണിക്കും. മോനും ഇപ്പോൾ ആ ഒരു വലിയ ഐസ് മല അത് അന്വേഷിച്ച് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. പിലാഫ് ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും ഗോക്കുവും ടീമും ആ ഒരു വലിയ ജയന്റ് ഫാൻ അന്വേഷിക്കണമെങ്കിൽ അത് അത്രയധികം വാല്യുബിൾ ആണ്. ഒരുപക്ഷെ ഡ്രാഗൺ ബോളിനെ കഴിഞ്ഞും വാല്യൂ അതിനുണ്ടാവും. സോ അവനത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് കൈക്കലാക്കണം. അതിനാ വില്ലത്തിപ്പെണ്ണും ഡോഗും ഒക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ മഞ്ഞുമലയ്ക്ക് ചുറ്റും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിലാഫ് ആണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് ചുറ്റും ചെക്ക് ചെയ്യും. അടുത്ത നിമിഷം അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാതെ നല്ല രീതിയിൽ അവിടേക്ക് ഐസ് ഫോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ ആ പേടകത്തിന്റെ എഞ്ചിനിൽ ഐസ് അങ്ങനെ പില്ലായി അതിന് ഫ്ലൈ ചെയ്യാൻ കഴിയാതെ ആ പേടകം തകർന്ന് താഴേക്ക് വീഴും. അവരാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ആ മല അന്വേഷിച്ച് ആ മലയെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു വരികയാണ്. ചീച്ചി കൊടുത്ത ആ ഹുഡിയൊക്കെ ധരിച്ചാണ് നമ്മുടെ ചെക്കൻ അവിടേക്ക് വരിക. കട്ട് ചെയ്ത ഇവിടെ പിലാഫും ടീമും അവരാണെങ്കിൽ ഇപ്പോൾ അവരുടെ റോബോട്ടിനുള്ളിലേക്ക് കയറി ആ ഒരു വലിയ പേടകം അത് വലിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ഗോക്കു അവിടേക്ക് വന്ന് പിലാഫിനോട് കാര്യം എന്താണെന്ന് തിരക്കും. പിലാഫ് ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് ആ കയറിൽ നിന്ന് കൈവിടും. ആ ഒരു വലിയ പേടകം അത് താഴേക്ക് പോയി പൊട്ടി അങ്ങനെ തെറിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. അവൻ ക്യാഷ്വലായിട്ട് ചോദിക്കും എന്ത് സംഭവിച്ചു, എന്താ ഉണ്ടായേ? അതിന് പിലാഫ് ആണെങ്കിൽ പല്ല് കടിച്ച് നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ, ഞങ്ങളുടെ പേടകം ഇപ്പൊ നീ കാരണം തകർന്നു എന്ന് പറഞ്ഞ് അവൻ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇവിടെ വില്ലത്തിക്കാണെങ്കിൽ കലി ഇളകി അവൾ വലിയൊരു മിസൈല് ഗോക്കുവിന് നേരെ അയക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് തെന്നിമാറും. മിസൈലാണെങ്കിൽ ഇപ്പൊ പിലാഫിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അതിന്റെ ഫയറൊക്കെ അണഞ്ഞ് അത് താഴേക്ക് വീഴുകയാണ്. പിലാഫ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഗോക്കുവിനോട് പറയും ആ ഒരു ജയന്റ് ബാൻജോ ഫാന് അത് നീ ഞങ്ങൾക്ക് തരണം, അതല്ല എങ്കിൽ റോബോട്ടിനെ കൊണ്ട് നിന്നെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? എനിക്ക് ആ ഫാൻ അത് ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ഓൾഡ് ലേഡി അവരാണെങ്കിൽ
ബാഡായിട്ട് കിടക്കുന്ന അവരുടെ കിച്ചണും റൂംസും എല്ലാം തന്നെ അവൾക്ക് തുറന്നു കാണിക്കും. ഇതെല്ലാം തന്നെ നീ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അവൾക്ക് രണ്ടുപേർക്ക് ഞാൻ ചെയ്തെന്ന ഹെൽപ്പിന് പകരമായിട്ട് നീ ഇത് ചെയ്യണം. മാത്രമല്ല ഒരു നല്ല കുടുംബിനി അല്ലെങ്കിൽ ഒരു നല്ല ഭാര്യ ആകാനുള്ള ഒരു ട്രെയിനിങ് കൂടെയാണിത്. ഇവിടെ വെള്ളമില്ല, സോ കറക്റ്റായിട്ട് നീ എവിടുന്നെങ്കിലും വെള്ളം കണ്ടെത്തി കൊണ്ടുവന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കണം. അത് കേട്ട് അവളുടെ കാറ്റ് പോയി അവൾ താഴേക്ക് വീഴും. ഇവിടെ അവർ 3 പേരും ചേർന്ന് ഇപ്പൊ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ അറ്റാക്കുകൾ നല്ല രക്ഷപ്പെടുകയാണ്. ഗോകു ആണെങ്കിൽ അവരോട് പറയും, ആ ഗ്രാൻഡ്മാ അവർ പറഞ്ഞതനുസരിച്ച് ഈ മൗണ്ടെയിനിന് ഗേൾസിന് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ വളരെ വിയേർഡായിട്ട് പെരുമാറുന്നത്. സോ നിങ്ങളുടെ കൂടെയുള്ള ആ പെൺകുട്ടി അവൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് നിർവഹിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അത് കേട്ട് അവർ വണ്ടറടിക്കും. പിലാവ് ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, നീ എത്രയും വേഗം ഇവിടുന്ന് പോകണം. അത് കേട്ട് വില്ലത്തിയാണെങ്കിൽ വണ്ടറടിക്കും. അടുത്ത നിമിഷം പിലാഫ് ആണെങ്കിൽ അവളെ ചവിട്ടി താഴേക്ക് ഇടുകയാണ്. അവൾ താഴേക്ക് വീഴേണ്ട താമസം ആ സ്നോഫാള് അത് സ്റ്റോപ്പ് ആവുകയാണ്. അവർക്കാണെങ്കിൽ ഗോകു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ഭയങ്കര ആശ്വാസം ആവും. ഇത്രയും വേഗം എനിക്കത് കണ്ടെത്താന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഓക്സ് കിങ്ങിനെ കാണിക്കും. ആളാണെങ്കിൽ ഓരോ ഫ്ലോറിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഭാഗത്തു നിന്നും ഇപ്പൊ തീ അങ്ങനെ കത്തിപ്പടർന്ന് അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്സ് കിങ് ആണെങ്കിൽ നിസ്സഹായനായി ഗോകുവിനെയും ചീച്ചിയെയും വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഗോകു ആണെങ്കിൽ ഈസി ആയിട്ട് വലിയൊരു ഐസ് ബോള് ഉരുട്ടി താഴേക്ക് കൊണ്ടുവരും. പിലാഫും ആ ഡോഗും അവർ രണ്ടുപേരും ഗോകുവിനെ അങ്ങനെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേസമയം ഇപ്പൊ ആ പെണ്ണ് ആണെങ്കിൽ വീണ്ടും അവിടേക്ക് വന്ന് ആ ബീസ്റ്റ് പിലാഫിനോട് ദേഷ്യപ്പെടും. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ അവരെല്ലാവരും താഴേക്ക് മറിഞ്ഞു വീഴുകയാണ്. അതേസമയം ഇവിടെ ഈ പെണ്ണാണെങ്കിൽ റൂംസ് ക്ലീൻ ചെയ്തും പാത്രങ്ങൾ കഴുകിയും വെള്ളം എടുത്തുകൊണ്ട് വന്നും അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ആ ഒരു ക്ലീനിങ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആ ഗ്രാൻഡ്മയ്ക്ക് കോഫിയായിട്ട് അവരുടെ അടുത്തേക്ക് വരും. അവൾ ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെടും. ആ വീട്ടില് ബീസിനെ അവർ വളർത്തുകയാണ്. ഗ്രാൻഡ്മയാണെങ്കിൽ അവളോട് നീ എൻ്റയർ വീട് അത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തോന്ന് ചോദിക്കും. അതിനവള് പറയും ഞാനത് ചെയ്തു. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ള കാർഡ് കാണിച്ചു കൊടുക്കും. ഇനി നീ ഈ കാർഡ് ക്ലീൻ ചെയ്യണമെന്ന് പറയും. വേറെ വഴിയില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെസ്പാൻ എടുത്ത് അവൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഗോകു അവനാണെങ്കിൽ ആ ഒരു ഫാനിന് പകരം വലിയൊരു ഐസ് കട്ടയും ചുമന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഐസ് കട്ടയാണെങ്കിൽ പൊട്ടി താഴേക്ക് വീഴും. ഇവിടെ ഗ്രാൻഡ്മ അവൾ ക്ലീൻ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരുപാട് പ്ലേറ്റ്സുകൾ അവൾ പൊട്ടിച്ചത് ഗ്രാൻഡ്മ ശ്രദ്ധിക്കുക. ചീച്ചി ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. കാരണം അവൾ ഒരു ഈച്ച ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡെസ്പാൻ വെച്ച് ആഞ്ഞടിക്കും. അടുത്ത നിമിഷം ഫുൾ ആയിട്ടുള്ള ഒരു കാറ്റ് അത് ക്രിയേറ്റ് ആവുകയാണ്. അപ്പോഴായിരിക്കും അവൾ അതിലേക്ക് ശ്രദ്ധിക്കുക. ആക്ച്വലി അവർ അന്വേഷിച്ചു വന്ന ആ ഒരു മെക്ക ഫാൻ അതാണ്. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഓടി വന്ന് ഇപ്പൊ ആ ഗ്രാൻഡ്മയെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം അവൾ വിളിച്ചു പറയും, ഗോകു ആ ഫാൻ അതെനിക്ക് കിട്ടി, വേഗം നമുക്ക് തിരികെ കാസ്റ്റിലേക്ക് പോകണം. അത് കേട്ട ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് താഴേക്ക് കടന്നു വരും. പക്ഷെ അടുത്ത നിമിഷം പിലാഫും ഡോഗും മോൺസ്റ്ററും അവർ 3 പേരും അവിടേക്ക് കടന്നു വരികയാണ്. ആ ഡോഗ് ആണെങ്കിൽ ആ ഫാൻ അങ്ങനെ തട്ടിയെടുക്കും. ഗോകുവിനാണെങ്കിൽ കൺട്രോൾ പോവും. മര്യാദയ്ക്ക് ആ ഫാൻ അത് തിരികെത്താം. അതിനാ പിലാഫ് ചോദിക്കും, ആക്ച്വലി ഫാനിന്റെ പ്രത്യേകത അതെന്താണ്, അത് പറയുകയാണെങ്കിൽ ഇത് തരാം. അതിന് ചീച്ചു പറയും, അത് ഉപയോഗിച്ച് നമുക്ക് വലിയ ഫയർ അതൊക്കെ അണയ്ക്കാനായിട്ട് കഴിയും, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി, അത് വളരെ വാല്യൂ ഉള്ളതാണ്. അത് കേട്ട് പിലാഫ് ആണെങ്കിൽ ഡോഗിനോട് അതൊന്ന് വീശാനായിട്ട് പറയും. അവനാണെങ്കിൽ ആഞ്ഞു വീശും. അതിന്റെ ശക്തിയിൽ ഇപ്പൊ ആ വില്ലത്തി പെണ്ണ് പിലാഫും അവർ രണ്ടുപേരും ദൂരേക്ക് പറന്നു പോകും. ഡോഗ് ആണെങ്കിൽ പേടിച്ച് ജയന്റ് ഫാൻ ഉപേക്ഷിച്ച് അവിടുന്ന് ഓടിപ്പോവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹാപ്പിയായി ആ ഫാൻ കയ്യിലെടുക്കുകയാണ്. ചീച്ചിയാണെങ്കിൽ ഗ്രാൻഡ്മയോട് നന്ദി പറയും. നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി. അതിനാ ഗ്രാൻഡ്മയാണെങ്കിൽ അവൾക്കൊരു സ്പെഷ്യൽ ഹണി ബോട്ടിലാക്കി കൊടുക്കും. ഇതെന്റെ ഒരു സ്പെഷ്യൽ ഹണിയാണ്, തീർച്ചയായിട്ടും ഇത് നിനക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമായിരിക്കും തരിക. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞ് നന്നായിട്ട് എൻ്റെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തു, ഞാൻ നിന്നിൽ ഇംപ്രസ്ഡ് ആണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ പിലാഫിനെയും വില്ലത്തി പെണ്ണിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഐസിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഓക്സ് കിങ് ആളാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഫയറിൽ പെട്ട് കിടക്കുകയാണ്. അടുത്ത നിമിഷം ഗോകുവും ചീച്ചി പെണ്ണും അവിടേക്ക് എത്തും. ആണെങ്കിൽ ആ ജയന്റ് ഫാൻ അത് ആഞ്ഞു വീശും. നല്ല കാറ്റടിച്ച് ആ ഒരു ഫയർ അത് പതിയെ അണഞ്ഞു വരും. പക്ഷേ അവരുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി ആ ഫയർ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ കത്തി പടരുകയാണ്. ആണെങ്കിൽ വീണ്ടും അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആഞ്ഞു വീശും. അതേസമയം ഇപ്പൊ അവിടെ മുഴുവൻ മേഘം അങ്ങനെ ഇരുണ്ടുകൂടി നല്ല ഫോഴ്സിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങും. ജനങ്ങളും എല്ലാവരും പ്രതീക്ഷയോടുകൂടെ ഓക്സ് കിങ്ങിനെ നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും